ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കെല്ലാവർക്കും കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കും അതുപോലെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഫേവറേറ്റ് സ്നാക്കുകളിൽ ഒന്നാണെന്നൊക്കെ പറയാം കേട്ടോ. ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ മക്കൾക്കും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. പെർഫെക്റ്റ് റെസിപ്പിയാണിത്. ഒരിക്കൽ കഴിച്ചാൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതങ്ങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ബൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആക്കി എടുക്കണം. ഇതിനായിട്ട് നമുക്ക് ഇളം ചൂടുള്ള പാല്, ഈസ്റ്റ്, പഞ്ചസാരയൊക്കെയാണ് വേണ്ടത്. ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്ന കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 250 മില്ലിയുടെ ഒരു കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ്. ഒരുപാട് ചൂടായി പോകരുത്, അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടി ക്ലോസ് ചെയ്ത് വെക്കണം. ഈ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡോവിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. 250 മില്ലിയുടെ കപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് 2 കപ്പ് മൈദ നമുക്ക് വേണം. ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുക. പിന്നെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് വേണം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആണ് നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈസ്റ്റിൻ്റെ മിക്സ് നമുക്ക് 2 പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ മുഴുവനും ഒഴിക്കരുത്. അപ്പോൾ ആദ്യം നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സ് നമ്മൾ ഈ മൈദക്കൂട്ടിലേക്ക് പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ബാക്കി ഭാഗം കൂടെ നമ്മൾ ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ പാലിൽ തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കരുത്. അപ്പോൾ ഒന്ന് കുഴച്ചൊരു പരുവായി വരുമ്പോൾ ഒരു പകുതി കുഴച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ചേർത്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെയുള്ള ബട്ടർ ആവരുത്, റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ തന്നെ ആവണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. നല്ല ചപ്പാത്തി മാവിനെക്കാട്ടിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അത്യാവശ്യം ഒരു 10 മിനിറ്റ് നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ മാവ് അങ്ങ് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ ഈ മാവ് പൊങ്ങാൻ വേണ്ടി ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ ഒരു മൂടി കൊണ്ടോ നമ്മൾ അടച്ച് ഇത് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഡോവ് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൽ നിന്ന് ബോൾസ് ആക്കി എടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ജസ്റ്റ് അങ്ങ് അമർത്തി കുഴയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് 2-3 പ്രാവശ്യം കൂടെ നമ്മളിതൊന്ന് സോഫ്റ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ ബോൾ വീതം നമുക്ക് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഓരോ ബോളും നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. അടിവശം നമ്മൾ മോൾ വശത്തുനിന്ന് അടിവശത്തോട്ട് നന്നായിട്ട് പിഞ്ച് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അടിവശം ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടി പുറത്തോട്ട് വരും. അതുകൊണ്ട് മുകളിൽ നിന്ന് അടിയിലേക്ക് മടക്കി വേണം നമ്മളിത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ അടിവശം അതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പിഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഈ 2 കപ്പ് മൈദയ്ക്ക് എനിക്ക് ഏകദേശം 6 ക്രീം ബണ്ണാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് വേണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 10-15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രീം ബണ്ണൊക്കെ ഒന്നുകൂടെ ഒന്ന് വീർത്ത് നല്ല ലുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ ബണ്ണ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ നമ്മൾ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് ബണ്ണിടാൻ. എണ്ണ ഒരുപാട് ഓവറായിട്ട് ചൂടാവരുത്.
അങ്ങനെയാണെങ്കിൽ ഇടുമ്പോൾ തന്നെ നമ്മുടെ ബണ്ണ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ ബണ്ണ് പൊരിച്ചെടുക്കാൻ, എങ്കിൽ മാത്രമേ ഇൻസൈഡ് നന്നായിട്ട് കുക്കായിട്ട് വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഇത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമ്മുടെ ബണ്ണ് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഇതുപോലെ എല്ലാ ബണ്ണും നമുക്ക് പൊരിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബണ്ണ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഇത് ബണ്ണ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിവശം നന്നായിട്ട് പിഞ്ച് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും നമ്മൾ ആ മടക്കുന്ന ഭാഗം ഓപ്പൺ ആയിട്ട് ഇങ്ങ് വരും. അതുകൊണ്ട് നല്ല റൗണ്ട് ആയിട്ടുള്ള ബണ്ണ് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബണ്ണെല്ലാം റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ക്രീം തയ്യാറാക്കണം. ഇനി ഈ ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. ഈ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. എന്നിട്ട് നമ്മൾ ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് സ്പൂണ് കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഒരു 4-5 മിനിറ്റ് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ടുള്ള ക്രീം നമുക്ക് കിട്ടത്തുള്ളൂ. കൂടുതൽ ഫ്ലഫി ആകുമ്പോഴാണ് ക്രീമിന് നല്ല ടേസ്റ്റും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഈ ക്രീം ഈ ബണ്ണിലേക്ക് ഫില്ല് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രീം അങ്ങ് മെൽറ്റായി പുറത്തോട്ട് ചാടി വരും. അതുകൊണ്ട് നല്ല തണുത്ത ബണ്ണിലേക്ക് വേണം നമ്മൾ ഈ ക്രീം ഫില്ല് ചെയ്യാൻ. നമ്മൾ അടിവശം നന്നായിട്ട് പിഞ്ച് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പാട് വന്ന പോലെ ആയിരിക്കും അടിവശമൊക്കെ ഉണ്ടാവുന്നത്. നന്നായിട്ട് പിഞ്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഈ ബണ്ണ് മിഡിലായിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ശ്രദ്ധിച്ച് വേണം രണ്ടായിട്ട് മുറിക്കാൻ, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ക്രീം കുറച്ചൊന്ന് നന്നായിട്ട് അതിൻ്റെ മിഡിലിൽ നല്ല തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണെല്ലാം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ആൾക്കാർ ഇവിടെ ക്യൂ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.